ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിച്ചറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ സെയിം അതുപോലെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ തീർച്ചയായിട്ടും അറിയിക്കാം. മറന്നുപോലെ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ കടലമാവ് എടുത്തിട്ടുണ്ട്, 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സാധനം ഉണ്ടാക്കുവാണെങ്കിലും മൈദാമാവും കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഏത് പൊടി എടുത്തിട്ടുണ്ടോ നമ്മൾ നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. ആദ്യം ഒത്തിരി അഴുക്കുകൾ കാണും, പിന്നെ അതിൻ്റെ ഇതുപോലെ കട്ടകളൊക്കെ കുത്തിയിരിപ്പുകൊണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം പോകാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മളാണെങ്കിൽ വറുത്ത അരിപ്പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് ആണെങ്കിൽ വെച്ച് വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കും. എന്നിട്ടാണെങ്കിൽ 250 ഗ്രാം നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ളതാണ് ഇത്. അപ്പം കുറച്ച് ഞാൻ മറന്നുപോയി കേട്ടോ. അതിന് മുന്നേ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കുഴയ്ക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ മാറ്റുന്നുണ്ട്, ഇപ്പോഴാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ തന്നെ കുറച്ച് മാറ്റി വയ്ക്കണേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കത് ബൂന്തി ഉണ്ടാക്കണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കുഴച്ചെടുത്ത് നമുക്ക് നേരെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നാട്ടിലത്തെ കൂട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഞെക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഹാർഡായാൽ പറ്റത്തില്ലല്ലോ. ആണുങ്ങളൊക്കെ ഞെക്കുന്ന കൂട്ട് അതുപോലെ ഞെക്കിയെടുക്കാനായിട്ട് എൻ്റെ കൈക്ക് ഇച്ചിരി പ്രശ്നമുള്ള കാരണം കൊണ്ട് ഞാൻ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടാണ് ഡോ റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഞെക്കിയെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ വേണം ഞാൻ ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നും കൂടെ കുഴച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അന്നേരം ബൂന്തിയുടെ ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തത്. ഇത് ഉപ്പും മസാലയൊക്കെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു മീഡിയം തിക്ക് ബാറ്റർ റെഡിയാക്കി ഇത് നമുക്ക് അടച്ചൊന്ന് വെക്കാം കുറച്ച് നേരത്തേക്ക്. ഇനി നമുക്കിത് ഇതുപോലെ സേവനാഴി എടുക്കുക. അത് നമുക്കാണെങ്കിൽ ചെറിയൊരു മീഡിയം സൈസിൽ ചെറിയൊരു ചില്ലില്ല, അത് നമുക്ക് എടുക്കണം. അതുകൊണ്ട് എടുത്തിട്ട് വേണം നമുക്കിതിനകത്ത് എണ്ണയൊക്കെ തടവി കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ സേവ് ഉണ്ടാക്കാനായിട്ടുള്ള ഡോ റെഡിയാക്കി വെച്ചേക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കളർ വന്നു പോയാൽ കയ്പ്പ് ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ബാച്ച് റെഡിയായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബബിളൊക്കെ ഒത്തിരി കുറഞ്ഞ് നമുക്ക് തോന്നുമ്പോൾ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അന്നേരം മാറ്റാവുന്നേ ഉള്ളൂ. സെക്കൻഡായിട്ട് ഞാൻ അതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന കൂട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. മറന്നു പോലെ അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഈ നമുക്കാണെങ്കിൽ ബൂന്തിയുടെ ബാറ്റർ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് നമുക്കാണെങ്കിൽ ചൂടായി കിടക്കുന്ന എണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ബൂന്തി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്കാണെങ്കിൽ ചൂടായി കിടക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഇതുപോലെ വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. ബൂന്തി ഇതുപോലെ ഓട്ടയുള്ള തവിയില്ലേ, അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നാക്കിയെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതും പറയുന്ന കൂട്ട് തന്നെ നല്ലതായിട്ട് എണ്ണ ചൂടായി കിടക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ബൂന്തി റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ 1 കപ്പ് ഞാനാണെങ്കിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ടോ അതും വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് എടുക്കണം കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ കപ്പലണ്ടിയും പൊട്ടുകളിലൊക്കെ നമുക്ക് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഓരോ കപ്പ് വീതം എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പോ 2 കപ്പ് വീതം നമ്മുടെ എന്നെങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതി. അത് ഇതുപോലെ വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാൽ പൊട്ടുകടല പിന്നെ അധികം ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടും ചൂടായി കിട്ടിയാൽ മാത്രം മതി, അപ്പോഴേ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ സേവ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ബൂന്തിയും എല്ലാം ഇതൊക്കെ സാധനങ്ങൾ വറുത്ത് കോരി ഇട്ടേക്കുന്നത് വെച്ചാൽ അതെല്ലാം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉപ്പും ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ബൂന്തിക്കും സേവിനൊക്കെ ഉപ്പുണ്ടല്ലോ, കടലയ്ക്കും കപ്പലണ്ടിക്കുള്ളൊക്കെ മതി. അപ്പോൾ അത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ വെക്കേഷനൊക്കെ മക്കളൊക്കെ വീട്ടിൽ ഇരിക്കില്ല, അപ്പോൾ ആ നേരം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഇത് 1 മാസമായി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാധനമില്ല. അപ്പോൾ എത്ര 1-2 മാസമൊക്കെ സുഖമായിട്ട് നമുക്കിത് എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുന്നോട്ട് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.